അതിൽ ഇദ്ദേഹത്തിൽ വലിയ ഗ്രേസ് ഉണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കളങ്കമില്ല, വിദ്വേഷമില്ല, കടക്കമില്ല, അസൂയയില്ല, മാത്സര്യമില്ല, ഭിന്നതയില്ല, വിവാഹിതയില്ല. ഇതൊക്കെ ഉള്ള നല്ല മനുഷ്യനാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ജോർജേട്ടനെ കുറിച്ച്. അത് ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ചെയ്തേ. അതായത് ഏത് കലാകാരന്മാരും കലാകാരികൾക്കും കലാകാരന്മാരല്ലാത്തവർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. കാരണം നമ്മളെപ്പോഴും സ്നേഹം പങ്കുവെക്കേണ്ട കാര്യം, സ്നേഹം കൊടുക്കുക, പ്രകടിപ്പിക്കണം അല്ലേ എന്ന് സ്നേഹം. കാരണം യേശുക്രിസ്തു പറഞ്ഞ ഒരു സത്യം, ഈ ലോകത്തിൽ വന്ന ഏറ്റവും വലിയ സത്യം പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്. മനുഷ്യൻ തമ്മിൽ കലഹിക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല, ഉണ്ടോ? അടികൂടാൻ പറഞ്ഞിട്ടുണ്ടോ? കൊല്ലാൻ പറഞ്ഞോ? ഇല്ല. ദൈവം പറഞ്ഞ് സ്നേഹിക്കാനാണ്. ആ സ്നേഹമാണ് ദൈവത്തിന്റെ ധാരം. ആ സ്നേഹം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളിൽ ഗ്രേസ് ഉണ്ടാവും. ആ ഗ്രേസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു ചൈതന്യമാണ്. ചൈതന്യം നമ്മളിലേക്ക് ഇറങ്ങി വരും. കാരണം നമ്മൾ ദൈവത്തിന്റെ കാര്യം ചെയ്യുകയാണ്. ദൈവം പറഞ്ഞ കാര്യം നമ്മൾ അനുസരിക്കുന്നു. ദൈവം പറഞ്ഞു നീ സ്നേഹിക്കാൻ പറഞ്ഞു. നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവം പറഞ്ഞൊരു കാര്യം ഒരു കൽപ്പന അനുസരിക്കുക. അപ്പം ദൈവം നമ്മളിൽ ഇറങ്ങി വരും. അപ്പൊ ദൈവം നമ്മൾ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ നമുക്കൊരു ക്രീസ് ഉണ്ടാവും. ബൈബിളിന്റെ ക്ലാസ്സിൽ പോയപോലെ പ്രഭാഷണം നടത്തുന്ന ആളാണല്ലോ അല്ലേ? ഭാഷ കൊടുക്കുന്നേ. ഒരു പ്രാസംഗികനാണ്. ഞാൻ ബൈബിൾ ഭാഷകനാണ്.